നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിക്കാൻ യാതൊരു വഴിയുമില്ലാതെ റായ്പൂരിൽ മദ്യത്തിനടിമയായ അച്ഛനെ സ്വന്തം മകൾക്ക് തന്നെ കൊലപ്പെടുത്തേണ്ടി വന്നിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നാണ് ഈ ഒരു നടുക്കുന്ന കൊലപാതക വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. അച്ഛൻ സ്ഥിരം മദ്യപാനി തന്നെയാണ്. ബോധമില്ലാതെ വീട്ടിലെത്തി എന്നും അമ്മയുമായി തല്ലുകൂടുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിൽ മനസ്സ് മടുത്താണ് പെൺകുട്ടി സ്വന്തം പിതാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 15 വയസ്സ് മാത്രമാണ് ഇതിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടിയുടെ പ്രായമെന്ന് ഓർക്കണം. നിരന്തരമായിട്ട് ആ പെൺകുട്ടി ഈ 15 വയസ്സ് പ്രായത്തിനിടയിൽ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മനസ്സിൽ അത് എത്രത്തോളം ആഘാതമായിരിക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ ഇത്തരത്തിലൊരു ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തണമെങ്കിൽ ആ പെൺകുട്ടി എത്രമാത്രം മാനസികാവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളതും കൂടി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മദ്യപാനിയായ പിതാവിനെ കോടാലി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത് 15-കാരിയായ സ്വന്തം മകൾ തന്നെയാണ്. ഛത്തീസ്ഗഡിലെ ജാഷ്പൂർ ജില്ലയിലെ ബഗ് ബഹർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു അരുംകൊല നടന്നിരിക്കുന്നത്. അച്ഛൻ സ്ഥിരമായി മദ്യപിച്ചെത്തുകയും അമ്മയുമായി വഴക്കിടുകയും ചെയ്യുന്നത് പതിവായതോടെയാണ് പെൺകുട്ടി പിതാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തതായി ജാഷ്പൂർ സീനിയർ പോലീസ് സൂപ്രണ്ട് ശശിമോഹൻ സിംഗ് വ്യക്തമാക്കി. 50 വയസ്സുള്ള ഒരാൾ കൊല്ലപ്പെട്ടതായും മൃതദേഹം കട്ടിലിൽ കിടക്കുന്നതായും ഏപ്രിൽ 22-നാണ് പോലീസിന് വിവരം ലഭിച്ചതെന്ന് ASP പറഞ്ഞു. കൊലപാതകത്തിന്റെ പിറ്റേ ദിവസം രാവിലെ അയൽവീട്ടിലെത്തിയ പെൺകുട്ടി ആരോ തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് പറയുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽക്കാർ പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണത്തിനിടെ കുറ്റകൃത്യത്തിൽ പെൺകുട്ടിയുടെ പങ്ക് വ്യക്തമായതായും ASP വ്യക്തമാക്കി. അച്ഛൻ മദ്യപിച്ചെത്തി തന്നോടും അമ്മയോടും വഴക്കിടാറുണ്ടെന്നും തങ്ങൾ അതിൽ അസ്വസ്ഥരായിരുന്നെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. കൊലപാതകം നടന്ന സമയം അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അച്ഛൻ മദ്യപിച്ചെത്തി മകളുമായി വഴക്കിടുകയും ഇതോടെ പെൺകുട്ടി കോടാലി എടുത്ത് ആക്രമിക്കുകയുമായിരുന്നു. അടിയേറ്റ അച്ഛൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പെൺകുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചതായും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇയാൾ നിരന്തരമായിട്ട് മദ്യപിച്ചെത്തി ഇത്തരത്തിൽ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുമെന്നാണ് അയൽക്കാരടക്കം ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല അമ്മ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ അമ്മയ്ക്ക് ഇതുമായി അറിയാമായിരുന്നോ എന്നുള്ളതും കൂടി പോലീസ് പരിശോധിക്കുകയാണ്. 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി പിറ്റേ ദിവസമാണ് ഇത്തരത്തിൽ അയൽക്കാരോട് പോയിട്ട്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി അച്ഛൻ ഇത്തരത്തിൽ കോടാലി കൊണ്ട് കൊലപ്പെടുത്തിയതിനു ശേഷം പിറ്റേ ദിവസമാണ് അയൽക്കാരോട് പോയി പറയുന്നത് ഇങ്ങനെ അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് അയൽക്കാരോട് പോയി കാര്യങ്ങൾ വിവരിച്ചത്. തുടർന്നാണ് പോലീസ് എത്തി അന്വേഷണം നോക്കിയപ്പോഴാണ് പെൺകുട്ടി തന്നെയാണ് കൊലപാതകം. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റസമ്മതം നടത്തി. എന്നാൽ തന്നെ ഈ കൊലയിലേക്ക് നയിച്ച കാരണവും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ മദ്യപാനവും തുടർച്ചയായി തന്നെയും അമ്മയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും തുടർന്നുകൊണ്ടാണ് പെൺകുട്ടി അത് സഹിക്കവയ്യാതെയാണ് പെൺകുട്ടി ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് ചെയ്യാൻ അത് പ്രേരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അമ്മയ്ക്ക് ഇത് അറിയാമായിരുന്നോ, സ്വയം രക്ഷാർത്ഥയാണോ ഈ പെൺകുട്ടി ഇത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്.